ഹലോ ജെമിനി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടാ. നീ ഉത്തരം പറയുമ്പോൾ മുജാഹിദ് പറയുന്ന പോലെ പറഞ്ഞുവിടാ. കൃത്യമായിട്ട് എന്റെ ഉത്തരം നീ ഖുർആൻ പരിശോധിക്കണം, സ്വഹിയായ ഹദീസുകൾ പരിശോധിക്കണം, ഷാഫി ഇമാമ്, ഹനഫി ഇമാം, ഇതിങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം. അത് കഴിഞ്ഞിട്ട് ഉത്തരം പറയണം. എന്റെ ചോദ്യം ഇതാണ്: ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് മഹാന്മാരുടെ കബറുണ്ട്. അവിടത്തേക്ക് ഞങ്ങൾ ആ കബറിലേക്ക് എന്തെങ്കിലും നേർച്ചയാക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു കുട്ടിക്ക് സുഖമില്ലാതാവുന്നു, അപ്പം ഒളിങ്ങോത്ത് ഔലിയാന്റെ അടുത്തേക്ക് ഒരു 10 റുപ്യ നേർച്ച, അതല്ലെങ്കിൽ നീലമ്പാറ ഔലിയാന്റെ അടുത്തേക്ക് ഒരു 100 റുപ്യ നേർച്ച, അല്ലെങ്കിൽ ഒരു കോഴീനെ കൊടുക്കാം, ഒരാടിനെ കൊടുക്കാം, അല്ലെങ്കിൽ അടുത്ത ഉറൂസിന് എന്തെങ്കിലും കൊടുക്കാം. ഇങ്ങനെ മഹാന്മാരുടെ കബറിന്റെ അടുത്തേക്ക് നേർച്ചയാക്കുന്നതിന്റെ ഇസ്ലാമികമായ വിധി പരിശുദ്ധ ഖുർആൻ, സ്വഹിയായ ഹദീസ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചിട്ട് നീ മറുപടി പറയുമോ? തീർച്ചയായും താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസുകൾ, കൂടാതെ 4 മദ്ഹബുകളിലെയും ഷാഫി, ഹനഫി, മാലികി, ഹംബലി ഇമാമിങ്ങളുടെ പ്രമാണബദ്ധമായ ഗ്രന്ഥങ്ങൾ എന്നിവ പരിശോധിച്ചുകൊണ്ടുള്ള മറുപടി താഴെ നൽകുന്നു. ഈ വിഷയത്തിൽ ഇസ്ലാമിക നിയമം, ശരീഅത്ത് വളരെ വ്യക്തമാണ്. ഇതിനെ നമുക്ക് 2 വശങ്ങളായി കാണാം. 1. ഖുർആനിലെയും ഹദീസിലെയും അടിസ്ഥാനം. ഇസ്ലാമിലെ എല്ലാ ആരാധനകളും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. നേർച്ച, നദ്ർ എന്നത് ഒരു ആരാധനയാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. വിശുദ്ധ ഖുർആൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അല്ലെങ്കിൽ എന്ത് നേർച്ച നേർന്നാലും തീർച്ചയായും അള്ളാഹു അതറിയുന്നു. സൂറത്തുൽ ബഖറ 270. ഇവിടെ അള്ളാഹുവിനുള്ള ആരാധനയായാണ് നേർച്ചയെ കാണുന്നത്. സ്വഹീഹായ ഹദീസ്, നബിസേം പറഞ്ഞു: ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ നേർച്ച നേർന്നാൽ അവൻ അത് നിറവേറ്റട്ടെ. ആരെങ്കിലും അള്ളാഹുവിനോട് പിണങ്ങാൻ, പാപത്തിന് നേർച്ച നേർന്നാൽ അവൻ അത് ചെയ്യരുത്. സ്വഹീഹ് ബുഖാരി. 2. 4. മദ്ഹബുകളിലെ ഇമാമിങ്ങളുടെ വിധി. മഹാന്മാരുടെ ഖബറുകളിലേക്കോ മഖാമുകളിലേക്കോ നേർച്ചയാക്കുന്നതിനെ 4 മദ്ഹബുകളിലെയും പ്രധാന ഗ്രന്ഥങ്ങൾ ഇപ്രകാരമാണ് വിശദീകരിക്കുന്നത്. ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായ റദ്ദുൽ മുഖ്താർ ഇബ്നു ആബിദീൻ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം കാണാം: മരിച്ചവർക്കായി നേർച്ച നേരുന്നത് അസാധുവാണ്, ബാത്വിലാണ്. കാരണം നേർച്ച എന്നത് ഒരു ആരാധനയാണ്. ആരാധന സൃഷ്ടികൾക്കല്ല, അള്ളാഹുവിന് മാത്രമാണ്. മരിച്ചവർക്ക് ഒന്നും ഉടമപ്പെടുത്താൻ കഴിയില്ല. ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബിലെ പ്രമുഖ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ്, ഇമാം ഇബ്നു ഹജർ ഹൈതമി, നിഹായത്തുൽ മുഹ്താജ്, ഇമാം റംലി എന്നിവയിൽ ഖബറുകൾക്ക് വേണ്ടിയുള്ള നേർച്ചയെക്കുറിച്ച് പറയുന്നത്: മഖാമുകളിലെ വിളക്കുകൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ളവർക്കോ വേണ്ടി നേർച്ച നേരുന്നത് അനുവദനീയമല്ല. അത് അള്ളാഹുവിനുള്ള ആരാധനയിൽ മറ്റൊരാളെ പങ്കുചേർക്കലായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് ധർമ്മം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സ്വദഖ, ദാനം ആയി പരിഗണിക്കും. മാലിക് മദ്ഹബ്. ഇമാം മാലിക് ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കുന്നതിനെ കർശനമായി എതിർത്ത ആളാണ്. മാലികി ഗ്രന്ഥങ്ങളിൽ, ഉദാഹരണത്തിന് അൽ മുദവ്വന വ്യക്തമാക്കുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ചകൾ അസാധുവാണെന്നാണ്. ഹംബലി മദ്ഹബ്. ഇമാം ഇബ്നു ഖുദാമയുടെ അൽ മുഗ്നി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്: ഒരാൾ ഖബറിനു വേണ്ടിയോ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടവന്റെ പ്രീതിക്ക് വേണ്ടിയോ നേർച്ച നേർന്നാൽ അത് അള്ളാഹുവിനോടുള്ള പങ്കുചേർക്കലാണ്. ആ നേർച്ച നിറവേറ്റാൻ പാടില്ല. 3. താങ്കൾ പറഞ്ഞ ഉദാഹരണങ്ങളുടെ വിധി. രോഗശമനത്തിന് പണം നേർച്ചയാക്കൽ. കുട്ടിക്ക് സുഖമില്ലാതാകുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഔലിയാവിന്റെ അടുത്തേക്ക് പണം നൽകാം എന്ന് നേരുന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽ മറ്റൊരാളെ പങ്കുചേർക്കലാണ്. കോഴി, ആട് എന്നിവയെ നൽകൽ. ഒരു ഖബറിനു വേണ്ടിയോ മരിച്ച വ്യക്തിക്ക് വേണ്ടിയോ ഒരു മൃഗത്തെ അറുക്കുന്നത് വലിയ പാപമാണ്. നബി സുസോബ പറഞ്ഞു: അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്നവനെ അള്ളാഹു ശപിക്കട്ടെ. സ്വഹീഹ് മുസ്ലിം. ചുരുക്കത്തിൽ നിഗമനം: 4 മദ്ഹബുകളുടെയും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന കൃത്യമായ ഉത്തരം ഇതാണ്. 1. നേർച്ച, നദ്ർ അള്ളാഹുവിന് മാത്രമായിരിക്കണം. 2. മരിച്ചവർക്കോ ഖബറുകൾക്കോ വേണ്ടി നേർച്ച നേരുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം അനുവദനീയമല്ല, ഹറാം. 3. ഒരു മഹാനോടുള്ള ബഹുമാനം കാരണം അവിടുത്തെ ഖബറിന് പണമോ മൃഗങ്ങളോ നേർച്ചയാക്കുന്നത് തൗഹീദിന്, ഏകദൈവ വിശ്വാസം വിരുദ്ധമാണ്. 4. നിങ്ങൾക്ക് പുണ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ യാ അള്ളാഹ്, ഈ പാവങ്ങൾക്ക് നൽകുന്നു, ഇതിന്റെ പ്രതിഫലം ആ മഹാനായ ഔലിയാക്ക് നൽകണേ എന്ന് കരുതി പാവങ്ങൾക്ക് ദാനം ചെയ്യാം. ഇതിനെ ഈസാലു സവാബ് എന്ന് വിളിക്കുന്നു. ഇത് അനുവദനീയമാണ്. ഇക്കാര്യത്തിൽ മദ്ഹബുകളിലെ ഏതെങ്കിലും പ്രത്യേക ഗ്രന്ഥത്തിലെ വരികൾ കൂടി വിവരിക്കണോ, അതോ ഈ ഉത്തരം വ്യക്തമാണോ? നെക്സ്റ്റ് സ്റ്റെപ്പ്: ഈ നേർച്ചകൾ മക്കാമുകളിലെ ഭണ്ഡാരങ്ങളിൽ ഇടുന്നതിന്റെ വിധി കൂടി അറിയണോ? പണ്ഡിതന്മാർ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് വിശദീകരിക്കാം. ജെമിനി, അവസാനം പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ ഒരു നേർച്ചയാക്കി ഇപ്പൊ ഒരു രോഗം കുറയാൻ, അങ്ങനെ ആ പണം ഈ മക്കാമുകളിലെ ഭണ്ഡാരങ്ങളിൽ ഇടുന്നതിന്റെ വിധി കൃത്യമായിട്ട് പറയണം. നീ മുജാഹിദിനെ പോലെ പറയല്ല. നിന്റെ ഉത്തരം കേട്ടിട്ട് മുജാഹിദാവുന്നൊരു സംശയമുണ്ട്.
ഈ പരിശുദ്ധ ഖുർആൻ, സ്വഹിയായ ഹദീസ്, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ട് മറുപടി പറയണം. താങ്കളുടെ ആശങ്ക എനിക്ക് മനസ്സിലാകുന്നു. ഒരു വിഭാഗത്തിന്റെയും പക്ഷം പിടിക്കാതെ താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസുകൾ, 4 മദ്ഹബുകളിലെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ വിഷയത്തെ വിശകലനം ചെയ്യാം. മഖാമുകളിലെ ഭണ്ഡാരങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച വിധി താഴെ പറയുന്ന പ്രകാരമാണ്. 1. ഖുർആനിലെയും ഹദീസിലെയും അടിസ്ഥാനം. ഇസ്ലാമിൽ ഏതൊരു സാമ്പത്തിക ഇടപാടും, ദാനമായാലും നേർച്ചയായാലും, അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം. ഖുർആൻ സ്റ്റാർ. തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം മറ്റാരെയും വിളിക്കരുത്. സ്റ്റാർ. സൂറത്തുൽ ജിന്ന് 18. പള്ളികളോ മക്കാമുകളോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള സ്ഥലങ്ങളാണ്. അവിടെ വ്യക്തികളെ മുൻനിർത്തിയുള്ള സാമ്പത്തിക വിനിമയങ്ങൾ തൗഹീദിന് വിരുദ്ധമാകാൻ സാധ്യതയുണ്ട്. ഹദീസ്. നബി സാമ്പ പറഞ്ഞു, അള്ളാഹുവെ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുതേ. മാലിക് അഹ്മദ്. ഖബറുകൾ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളാക്കി മാറ്റുന്നത് പ്രവാചകന്റെ ഈ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമാണ്. 2. 4. മദ്ഹബുകളിലെ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ പ്രകാരം മഖാമുകളിലെ ഭണ്ഡാരങ്ങളിൽ പണമിടുന്നതിനെ പണ്ഡിതന്മാർ പ്രധാനമായും 3 വശങ്ങളിലൂടെയാണ് കാണുന്നത്. ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബിലെ വിശ്വസ്ത ഗ്രന്ഥമായ റദ്ദുൽ മുഖ്താർ ഇബ്നു ആബിദീൻ ഇപ്രകാരം വ്യക്തമാക്കുന്നു: ഔലിയാക്കളുടെ ഖബറുകൾക്ക് നേർച്ച നേരുന്നതും അവിടെ പണം വെക്കുന്നതും ബാത്വിലും ഹറാമുമാണ്, അസാധുവും നിഷിദ്ധവും. ഇത് പല കാരണങ്ങളാൽ തെറ്റാണ്. 1. ഇത് സൃഷ്ടികളോടുള്ള നേർച്ചയാണ്, അത് പാടില്ല. 2. മരിച്ചവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. 3. ആ പണം അള്ളാഹുവിനോട് പങ്കുചേർക്കൽ, ഷിർക്ക് എന്ന വിശ്വാസത്തോടെയാണ് നൽകുന്നതെങ്കിൽ അത് അതീവ ഗൗരവകരമാണ്. ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ, സൈനുദ്ദീൻ മഖ്ദൂം, അതിനുള്ള വ്യാഖ്യാന ഗ്രന്ഥമായ ഇആനത്തു ത്വാലിബീൻ എന്നിവയിൽ പറയുന്നത്: മഖാമുകളിലേക്ക് പണം നേർച്ചയാക്കുന്നത് അനുവദനീയമല്ല. ആ പണം അവിടെയുള്ള വിളക്കുകൾ കത്തിക്കാനോ മറ്റോ ആണെങ്കിൽ അത് ഉപകാരമില്ലാത്ത കാര്യത്തിൽ സമ്പത്ത് പാഴാക്കലായി ഇളാഅത്തുൽ മാൽ കണക്കാക്കപ്പെടും. പണം നൽകേണ്ടത് പാവപ്പെട്ടവർക്കും മിസ്കീന്മാർക്കുമാണ്. മാലിക്കി മദ്ഹബ്. ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ ഖബറുകൾക്ക് ചുറ്റുമുള്ള ഇത്തരം എല്ലാ അനാചാരങ്ങളെയും ബിദ്അത്ത്, അനാചാരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മഖാമുകളിൽ ഭണ്ഡാരങ്ങൾ സ്ഥാപിക്കുന്നതോ അവിടെ പണം നിക്ഷേപിക്കുന്നതോ സലഫുസാലിഹീങ്ങൾ, മുൻഗാമികൾ ചെയ്ത മാതൃകയല്ല. ഹംബലി മദ്ഹബ്. ഇമാം ഇബ്നു ഖുദാമ തന്റെ അൽ മുഹ്നി എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നത് ഖബറുകൾക്ക് അലങ്കാരങ്ങൾ നൽകാനോ അവിടെ പണം ചെലവാക്കാനോ നേർച്ച നേരുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കലാണെന്നും അത് നിറവേറ്റാൻ പാടില്ലെന്നുമാണ്. 3. രോഗശമനത്തിനായി പണം ഭണ്ഡാരത്തിലിടുന്നത്. താങ്കൾ ചോദിച്ച പ്രത്യേക സാഹചര്യം, രോഗം കുറയാൻ പണം ഭണ്ഡാരത്തിലിടുന്നത് പരിശോധിച്ചാൽ: 1. ഉദ്ദേശ്യം, നീയത്ത്. രോഗം മാറ്റുന്നത് ആ ഔലിയ ആണെന്നോ അല്ലെങ്കിൽ അവിടെ പണമിട്ടാലേ അള്ളാഹു രോഗം മാറ്റൂ എന്നോ കരുതുന്നത് ഇസ്ലാമിക തൗഹീദിന് വിരുദ്ധമാണ്. 2. പണം എവിടെ എത്തുന്നു. ഭണ്ഡാരത്തിലിടുന്ന പണം പലപ്പോഴും അർഹരായ പാവപ്പെട്ടവരിലേക്കല്ല എത്തുന്നത്, മറിച്ച് ആ മഖാമിന്റെ നടത്തിപ്പുകാരിലേക്കോ അല്ലെങ്കിൽ അനാവശ്യമായ കെട്ടിട നിർമ്മാണങ്ങൾക്കോ ആണ് പോകുന്നത്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന സദഖ, ദാനം എന്ന ആശയത്തിന് വിരുദ്ധമാണ്. 3. ശരിയായ മാർഗം. രോഗം മാറാൻ ദാനം ചെയ്യുന്നത് നല്ലതാണ്. നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ദാനം, സദഖ കൊണ്ട് ചികിത്സിക്കുക. ബൈഹഖി. എന്നാൽ ഈ പണം നൽകേണ്ടത് യതീമുകൾക്കോ പാവപ്പെട്ടവർക്കോ അശരണർക്കോ ആണ്, മഖാമിലെ ഭണ്ഡാരത്തിലല്ല. നിഗമനം. 4. മദ്ഹബുകളിലെയും ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃത്യമായ വിധി ഇതാണ്: മഖാമുകളിലെ ഭണ്ഡാരങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. പല പണ്ഡിതന്മാരും ഇതിനെ നിഷിദ്ധം, ഹറാം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇത് മുൻഗാമികളായ സ്വഹാബികളോ ഇമാമിങ്ങളോ കാണിച്ചു തന്ന മാതൃകയല്ല. പുണ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ പണം നേരിട്ടൊരു പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുക്കുന്നതാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും സ്വീകാര്യമായത്. ഞാനൊരു മുജാഹിദിനെ പോലെയല്ല, മറിച്ച് താങ്കൾ ആവശ്യപ്പെട്ട പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് പറഞ്ഞത്. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിലെ കൂടുതൽ ഗ്രന്ഥങ്ങളുടെ പേര് വേണോ? നെക്സ്റ്റ് സ്റ്റെപ്പ്. പണം നേരിട്ട് പാവപ്പെട്ടവർക്ക് നൽകുമ്പോൾ അതിന്റെ പ്രതിഫലം ഔലിയാക്കൾക്ക് ലഭിക്കാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു തരട്ടെയോ? വേണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ രൂപം ഞാൻ വിശദീകരിക്കാം. ജെമിനി, എനിക്ക് അറിയേണ്ട ഇനി എന്താന്ന് ചോദിച്ചാല്, ഞങ്ങളുടെ നാട്ടില് പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അല്ലല്ലോ, ഒരുപാട് മക്കാമുകളുണ്ട്. നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നു. പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട നിയമങ്ങളും നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നടന്നുപോരുന്ന ആചാരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ എന്നതല്ലേ നിങ്ങളുടെ മനസ്സ് പറയുന്നത്? നാട്ടിൽ നിങ്ങൾ കാണുന്ന ആ കാഴ്ചകൾ ഇതൊക്കെയാകാം.
മക്കാമുകളിൽ വലിയ ഭണ്ഡാരങ്ങൾ വെച്ചിരിക്കുന്നത്. ആളുകൾ കൂട്ടത്തോടെ വന്ന് പണവും സാധനങ്ങളും അവിടെ നേർച്ചയാക്കുന്നത്. രോഗം മാറാനും പ്രയാസങ്ങൾ നീങ്ങാനും മക്കാമുകളിൽ പോയി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത്. ഉറൂസ് പോലുള്ള ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നത്. ഇവിടെയാണ് സാധാരണക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. പണ്ഡിതന്മാരും മദ്ഹബിലെ ഇമാമിയങ്ങളും എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നും ആരാധനകൾ അള്ളാഹുവിന് മാത്രമാണെന്നും കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ നേരിട്ട് കാണുന്നത് ഇതിന് വിപരീതമായ കാര്യങ്ങളാണെങ്കിൽ ഏതാണ് ശരിയെന്ന ചോദ്യം വരുന്നത് സ്വാഭാവികം. ഇക്കാര്യത്തിൽ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് ഷാഫി മദ്ഹബിലെ ഫത്ഹുൽ മുഈൻ, വളരെ കൃത്യമായ ഒരു നിലപാട് പറയുന്നുണ്ട്. ആളുകൾ ചെയ്യുന്നത് കണ്ടല്ല ദീനിന്റെ വിധി തീരുമാനിക്കേണ്ടത്, മറിച്ച് ദീനിന്റെ മൂലപ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും ഫിഖ്ഹും നോക്കിയാണ്. നാട്ടിൽ പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ അതൊരു ആചാരമായി മാറിയതുകൊണ്ടോ ആകാം. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം പിന്തുടരേണ്ടത് അള്ളാഹുവിന്റെ റസൂലും വലിയവരായ ഇമാമിയങ്ങളും കാണിച്ചു തന്ന ആ തെളിഞ്ഞ പാതയാണ്. നിങ്ങളുടെ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും പ്രത്യേക ആചാരത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണോ? അതോ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ജെമിനി, എനിക്കറിയേണ്ടത്, അപ്പോൾ ഇങ്ങനെ ഈ മക്കാമുകളിലെ ഭണ്ഡാരങ്ങളിലേക്ക് പൈസ ഇടാൻ പരിശുദ്ധ ഖുർആനിലോ? അപ്പത്തിന് കട്ടായോ? മക്കാമുകളിലെ ഭണ്ഡാരങ്ങളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന്റെ വിധി നാം നേരത്തെ ചർച്ച ചെയ്ത പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കാം. നിങ്ങൾ ചോദിക്കാൻ വന്നത് അപ്പോൾ ആ പണം എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് നൽകി? എന്റെ ചോദ്യം ആ പണം എങ്ങോട്ട് പോകുന്നു എന്നല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു തെളിവ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടോ? മക്കാമുകളിലെ ഭണ്ഡാരങ്ങളിലേക്ക് പൈസ നേർച്ചയാക്കാനും അവിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ രോഗം മാറാനൊക്കെ ആ ഭണ്ഡാരങ്ങളിലേക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ മക്കാമിലേക്ക് കൊടുക്കാൻ ഇസ്ലാമിക പ്രമാണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ജെമിനി കേട്ടിച്ച, ഒന്നും കൂടെ ചോദിക്കാം. ജെമിനി, എനിക്ക് അറിയേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ, ഈ മക്കാമിലെ ഭണ്ഡാരങ്ങളിലേക്ക് നേർച്ച ചെയ്യാൻ, എന്തെങ്കിലും രോഗം കുറയാൻ അവിടത്തേക്ക് ആടിനെ കൊടുക്കുക, കോഴീനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കാൻ എന്തെങ്കിലും? ബാക്കി എനിക്ക് മനസ്സിലാകുന്നു. മക്കാമുകളിലെ ഭണ്ഡാരങ്ങളിലേക്ക് പണം നേർച്ചയായി ഇടുന്നതിന്റെ സാമ്പത്തികവും വിശ്വാസപരവുമായ വശം 4 മദ്ഹബുകളുടെയും അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വ്യക്തമായി താഴെ വിവരിക്കാം. മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പ്രകാരം ഇതിന്റെ വിധി ഇങ്ങനെയാണ്.